എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മിൽക്ക് കേക്ക്, പാൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് വെക്കണം. ഈ ഒരു സിറപ്പിലോട്ടാണ് നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ടുള്ള പാൽ കേക്ക് ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തയ്യാറാക്കി വെക്കാം. ഈ ഷുഗർ സിറപ്പ് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ മാവ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ 2 കോഴിമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് മെൽട്ടാക്കിയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ദെൻ രണ്ടും തമ്മിൽ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു വിസ്കറോ സ്പൂണോ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും തമ്മിൽ നല്ലോണം കമ്പൈനായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊടിച്ച ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ദെൻ എല്ലാവരും തമ്മിൽ നല്ലോണം എഗെയിൻ മിക്സ് ചെയ്യുക. ദെൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു പ്രത്യേക സ്വീറ്റ് അങ്ങനെ മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതിൽ മൈദമാവ് തോന്നുന്നു ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഹെൽത്തി വേർഷൻ ആക്കിയിട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണല്ലോ പാൽ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പരുവത്തിൽ ഇതിനൊന്ന് കുഴച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും തമ്മിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാനാണ് പോണത്. ഇതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നാകെ ഒഴിച്ചു കൊടുക്കരുത്, അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുഴച്ച് കൊടുക്കുക. എത്രത്തോളം നമ്മൾ കുഴച്ച് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളുടെ മാവ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ ആ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് വേണ്ട. അതൊന്ന് ആ ഷുഗർ ആ പാൽ കേക്കിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളുടെ മാവിനെ ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ മാവിനെ പരത്തിയെടുക്കാനായിട്ട് ആദ്യം അല്പം പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മാവിന് ഞാൻ 2 ആയിട്ടാട്ടോ ഡിവൈഡ് ചെയ്തത്. ദെൻ അത് കുറച്ച് കട്ടിക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ദെൻ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസാക്കിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഈ തിക്നെസ്സിൽ തന്നെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു പ്രതലത്തിൻ്റെ വലുപ്പത്തിൽ ഒന്ന് നമ്മൾ ഫ്ലാറ്റൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരേപോലെയുള്ള ഒരു ഷേപ്പായിട്ട് കിട്ടുള്ളൂ ഈ ഒരു പാൽ കേക്കിന്. അല്ലെങ്കിൽ നമ്മൾ എഗെയിൻ ഒരു സ്ക്വയറോ ഒരു സർക്കിളൊക്കെ ആവുന്ന രീതിയിൽ നല്ല പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരത്തിയിട്ട് ഷേപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്താലും മതിയാകും. ഒരു വട്ടനുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പാത്രമൊക്കെ എടുത്തിട്ട് അതിൽ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവ് ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് 2 ഭാഗം. നെക്സ്റ്റ് നമുക്കിത് എങ്ങനെയാണ് സ്ലൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവിന് ഇനി പാൽ കേക്കിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ ഒരു നല്ല കട്ടിയുള്ള ഉറപ്പുള്ള ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മുറിച്ചെടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പിലാണല്ലോ നമ്മളുടെ ഒരു മൈസൂർ പാക്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് പാൽ കേക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പാൽ കേക്ക് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ എന്താ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ് അതുപോലെ തന്നെ അതൊരു ലെങ്ത്തും നമ്മൾ ഒരേപോലെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണല്ലോ ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലതാണല്ലോ നമുക്ക് പാൽ കേക്കാണെന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാൽ കേക്കും ഒരേ വലുപ്പത്തിൽ തന്നെ മുറിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ നെക്സ്റ്റ് നമുക്കിത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ല, കുറേ അധികം തന്നെ വെച്ചാൽ മാത്രമേ അതൊന്ന് മുങ്ങിയിട്ട് പൊരിച്ച് കിട്ടുള്ളൂ എല്ലാ ഭാഗം. കാരണം ഇതിങ്ങനെ ഇടുമ്പോൾ ഒന്ന് വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ പാൽ കേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ നമ്മൾ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം കണ്ടില്ലേ ബബിൾസ് ആയിട്ട് ഇതിങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു കളർ, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന ടൈമിൽ നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 4 സൈഡും ഒരേ രീതിയിൽ മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറേ അധികം എണ്ണയിൽ ഇത് വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും വരുന്നില്ല വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് വറുത്തെടുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. പാൽ കേക്ക് വറുക്കാനും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് മാറരുത്. കാരണം ഇതെപ്പോഴും ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതോടെ ഇട്ടിട്ട് വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊന്നും ആരും പോകരുത്. അപ്പോൾ നമ്മളുടെ പാൽ കേക്കിൻ്റെ കളർ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലെയിം നല്ലൊന്ന് കുറച്ച് കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പാൽ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ പാൽ കേക്കും കൂടി ഇതേപോലെ തന്നെ എണ്ണയിൽ വറുത്തെടുക്കാം. ദെൻ എല്ലാതും കൂടി ഒരുമിച്ച് ഇടുന്നതിനേക്കാളും ബെറ്റർ പൊരിച്ചത് അപ്പോൾ തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ ഷുഗർ സിറപ്പ് പാൽ കേക്കിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുത്തത് ഷുഗർ സിറപ്പിലേക്ക്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അഗെയിൻ ഒന്നും കൂടി കുക്ക് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാൽ കേക്കും നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് തണുത്ത് പോയ കാരണമാണ് കേട്ടോ അതൊന്നും കൂടി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സിറപ്പ് നമ്മൾ കംപ്ലീറ്റ് ആ പാൽ കേക്കിലേക്ക് കയറണമെങ്കിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ ഓവർ കുക്ക് ചെയ്യരുത്. അപ്പോൾ അത് കുറച്ചും കൂടി ഹാർഡായി പോവും, അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ പാൽ കേക്ക് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് സ്റ്റെപ്സ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പാൽ കേക്ക് ആ ഷുഗർ സിറപ്പിൽ നിന്നൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ കുറച്ച് ടൈമും കൂടി ഷുഗർ സിറപ്പിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ആ പാൽ കേക്കിൽ കയറിയിട്ട് നല്ല കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്കിത് കുറച്ച് ഭംഗിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് പൊടിച്ച പഞ്ചസാര വിതറി കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച പഞ്ചസാരയിൽ ഈ പാൽ കേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ആ ഒരു സ്റ്റെപ്പ് വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗോതമ്പ് കൊണ്ട് പാൽ കേക്ക് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ വീഡിയോസും മുമ്പത്തെ ഒന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക് യു.